ഞാൻ ഇതിൽ പറയുന്നത്. അപ്പം അസ്ട്രോണമി അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട രണ്ട് വ്യൂ പോയിന്റ്സ്, അതായത് നമ്മളിത് സംസാരിക്കുന്നത് പബ്ലിക്കിനോടാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സയൻസ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ഫിസിക്സ് മേജർ എടുക്കുന്ന അല്ലെങ്കിൽ +2 കഴിഞ്ഞ് അസ്ട്രോണമിയിലേക്ക് പോകുന്നവർക്ക് എടുക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ നമുക്ക് ഒരുപാട് സബ്ജക്റ്റും അതിന്റെ ഇക്വേഷൻസും അതിന്റെ റിഗറും ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ വേണം അവിടെ ക്ലാസ് എടുക്കാൻ. പക്ഷെ ജനറൽ പബ്ലിക്കിന് പ്രധാനമായിട്ടും പ്രപഞ്ചം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയൊക്കെ യൂണിഫൈഡ് ആണ്, അപ്പൊ നമ്മൾ യൂണിഫൈഡ് ആണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് എല്ലാ ക്ലാസ്സുകളും പറയുന്നത്. ജീവപരിണാമം പറയുന്നത് അത് തന്നെയാണ്. അതേപോലെ പ്രപഞ്ച പരിണാമത്തിലും ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. എനിക്കറിയില്ല ഈ ചിത്രം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഈ ചിത്രത്തില് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ ഡോട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, വളരെ പെയിന്റ് ആയിട്ടൊരു ഡോട്ട് കാണാം. ഇത് വോയേജർ എടുത്ത 1990 ഒരു വാലന്റൈൻസ് ഡേയിൽ വോയേജർ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ഏതാണ്ട് സാറ്റേൺ അടുത്ത് നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വെച്ച ക്യാമറയിൽ എടുത്തൊരു ചിത്രമാണ്. അപ്പൊ അതിനകത്ത് കാണുന്ന ആ ഡോട്ട് എന്ന് പറയുന്നത് നമ്മളാണ്, നമ്മുടെ എർത്താണ്. അതായത് നമ്മളെല്ലാവരും അടങ്ങുന്ന എർത്ത് എന്ന് പറയുന്നത് ആ ഒരു ചെറിയ ഡോട്ട് മാത്രം. അപ്പൊ ഈ ചിത്രം എടുത്തത് സോളാർ സിസ്റ്റത്തിന് പുറത്തൊന്നുമല്ല, സോളാർ സിസ്റ്റത്തിനകത്ത് വളരെ അടുത്ത്, അതായത് പ്രപഞ്ചത്തിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ തൊട്ടടുത്ത് നിന്ന് എടുത്തൊരു ചിത്രത്തിൽ പോലും നമ്മൾ ഇത്രത്തോളം ഇൻസിഗ്നിഫിക്കന്റ് ആണ്, അല്ലെങ്കിൽ ഇത്രത്തോളം ചെറുതാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി, അതായത് ഇതല്ല മൊത്തത്തിലുള്ള ഈ ഭൂമി എല്ലാം കൂടി അത്രേ ഉള്ളൂ എന്നുള്ളൊരു ധാരണ കിട്ടുക എന്നുള്ളതാണ്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൂരേക്ക് പോയി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ നമുക്ക് അതിർവരമ്പുകളൊന്നുമില്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കിട്ടുക എന്നുള്ളതാണ് ഒരു. ഇത് ഈ കോട്ട് നിങ്ങൾക്ക് പിന്നീട് വായിക്കാം. കാൾ സാഗന്റെ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്നെടുത്തിട്ടുള്ള കോട്ട്സ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ട്. ഇത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പരിഷത്ത് തന്നെ. ഇനി മറ്റൊന്നും കൂടിയുണ്ട്, മറ്റൊരു തരത്തിൽ കൂടി നമ്മൾ ഒന്നാണ്, കാഴ്ചയിൽ മാത്രമല്ല അല്ലാതെയും നമ്മൾ ഒന്നാണെന്ന് പറയുന്നതാണ് രണ്ടാമത്തത്. വി ആർ മെയ്ഡ് ഓഫ് സ്റ്റാർ സ്റ്റഫ്സ്, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ പൊടിപടലങ്ങളിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ നമ്മൾ എല്ലാവരും ഒന്നാണെന്ന് പറയാൻ പറ്റുന്ന കാര്യം. അപ്പൊ ഈ രണ്ട് ഒന്നാവലുകളാണ് നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെ നമ്മൾ മനസ്സിലാക്കേണ്ട, എല്ലാവരോടും പറയേണ്ട കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ വളരെ പെട്ടെന്ന് പോകുന്നു. ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രപഞ്ച പരിണാമത്തിലൊക്കെ തന്നെ ഒരുപാട് വിശാലമായ ടോക്കുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അത് എല്ലാ ഭാഷകളിലും കിട്ടും. അപ്പോൾ അത് കൂടി സപ്പോർട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ട് മോഡൽ എന്നാണ് നമ്മൾ പറയപ്പെടും. പ്രപഞ്ച മാതൃക അല്ലെങ്കിൽ ആറ്റം മാതൃക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ മാതൃക എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ മോഡൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ +1 സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്ന ഒരു സാധനമാണ്. മോഡൽ എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മൾ കണ്ടിട്ട് അതേപടി വരച്ചു വെക്കുന്നതിനല്ല മോഡൽ എന്ന് പറയുന്നത്. മോഡൽ എപ്പോഴും ഉണ്ടാവുന്നത് നമുക്ക് അന്നേരമുള്ള ധാരണ വെച്ച് ഇതിങ്ങനെ ആയിരിക്കാം, ഓക്കെ ആണ് എന്നല്ല, ഇങ്ങനെ ആയിരിക്കാം എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സാധനം എനിക്ക് അറിയില്ല, ആറ്റം എങ്ങനെ ഇരിക്കുകയാണെന്ന് എനിക്കറിയില്ല, അത് ഇങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ അന്നുള്ള എന്റെ അറിവ് വെച്ചിട്ടുണ്ടാകും. അപ്പം അത് ഏറ്റവും നല്ല ഉദാഹരണം പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ആദ്യ മാതൃക ഏതാണ്ട് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നു, ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്, ആകാശത്ത് നീങ്ങി പോകുന്ന നക്ഷത്രങ്ങളെ അപേക്ഷിച്ച്, സൂര്യൻ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഒരു വർഷത്തിലുണ്ടാക്കുന്ന ചലനം, മറ്റ് ഗ്രഹങ്ങളുടെ ചലനം, ഇതൊക്കെ കാണുമ്പോൾ ആദ്യത്തെ നിരീക്ഷണത്തിൽ എല്ലാവർക്കും തോന്നുക ഭൂമി കേന്ദ്രത്തിൽ എന്ന് തന്നെയാണ്. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ അറിവ്. ആ അറിവ് വെച്ചിട്ട് നമ്മുടെ യൂണിവേഴ്സ് ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ പ്രപഞ്ചം ഇങ്ങനെ ആയിരിക്കാം എന്ന് ഒരു മാതൃകയുണ്ട്. അപ്പൊ ഇതിനാണ് നമ്മൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഏത് തരത്തിലും മോഡൽ ഉണ്ടാക്കാം. നമ്മൾ സ്റ്റീഫൻ ഹോക്കിംഗ് ഗ്രാൻഡ് ഡിസൈൻ ബുക്കിൽ പറയുന്നുണ്ട്, ദൈവവും ഒരു മോഡലാണ്. ഓക്കെ, അതായത് ഗോഡ് ക്രിയേറ്റഡ് എന്ന് പറയുന്നത് ഒരു മോഡലാണ്. ഓക്കെ, പക്ഷേ ഈ മോഡൽ ഉണ്ടാക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. മോഡലിന് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും. ഒന്ന്, അന്ന് വരെ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടെത്തലുകൾ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ അന്ന് വരെയുള്ള നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണോ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ മോഡലിന് കഴിയുന്നുണ്ടാവും. അതിലൊന്നാമത് ഈ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ, അന്ന് നമ്മൾ നിരീക്ഷിക്കുന്ന സൂര്യൻ നമുക്ക് ചുറ്റും കറങ്ങുന്നതായി തോന്നുന്നു, അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ കറങ്ങുന്നതായിട്ട് തോന്നുന്നു. അത് മാത്രമാണ് നമ്മുടെ നിരീക്ഷണം. ആ നിരീക്ഷണം എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് ധാരാളമാണ്. അപ്പം അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ നിരീക്ഷണങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം എന്നുള്ളത് മോഡലിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തേത്, മോഡൽസിന് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതായത് നമ്മൾ അത് വെച്ചിട്ടൊരു കാര്യം പറയുന്നു, നമ്മളൊരു മോഡൽ ഉണ്ടാക്കി, ആ മോഡലിന് നമുക്ക് പറയാൻ കഴിയണം ഇന്ന ദിവസം ചന്ദ്രൻ ഇന്നടത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ സൂര്യൻ ഇന്ന സ്ഥലത്തുണ്ടാവും, അല്ലെങ്കിൽ ചൊവ്വയെ ഇന്നടത്ത് കാണാൻ കഴിയും, അല്ലെങ്കിൽ ആറ്റത്തിന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിനകത്ത് ഒരു ട്രാൻസിഷൻ നടന്ന് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ചാടിക്കൊണ്ട് നമുക്ക് എനർജി പുറത്തേക്ക് വരും. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രഡിക്ഷൻസ് നടത്താൻ
എപ്പോഴും നമ്മുടെ മോഡലുകൾക്ക് അല്ലെങ്കിൽ മാതൃകകൾക്ക് കഴിയണം. അപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ട്. മൂന്നാമത് ഒന്നുകൂടി നമ്മൾ നോക്കും മോഡലുകളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് സിമ്പിൾ മോഡൽ എന്നുള്ളത്. അപ്പൊ ഒന്നിലധികം മോഡൽ വരികയാണ് ഒരേ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ. എപ്പോഴും സയൻസ് എടുക്കുക സിമ്പിൾ മോഡലായി. അപ്പൊ അങ്ങനെ നമുക്ക് ഉണ്ടായിരുന്ന മോഡലാണ് ഈ ടോളമിയുടെ മോഡൽ. ഈ മോഡൽ ഒരു പ്രശ്നമില്ലാതെ തുറന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ അപ്പോഴാണ് നമ്മൾ മുമ്പ് പറയുന്ന റിട്രോഗ്രേഡഡ് മോഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നത്. അതായത് എല്ലാം ഇങ്ങനെ ചുറ്റും കറങ്ങുകയാണെങ്കിൽ അതായത് ഭൂമി സെൻട്രലും ആണെങ്കിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവില്ല. അതായത് ഇത് ചൊവ്വയുടെ ചിത്രമാണെന്ന് വിചാരിക്കുക. ഒറ്റ ചിത്രമല്ല, ഓരോ ദിവസവും അല്ലെങ്കിൽ മാസങ്ങളോളം എടുത്ത് ഓരോ ദിവസവും ചൊവ്വയുടെ ഒരാഴ്ച ഗ്യാപ്പിൽ എടുക്കുന്ന ചിത്രങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ടോളമിയുടെ മോഡലായിരുന്നു ശരിയെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പോകേണ്ടതായിരുന്നു. അതായത് ഇങ്ങനെ പോയിട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാകും. പിന്നെ നമ്മൾ റിട്രോഗ്രേഡഡ് മോഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു പുതിയ നിരീക്ഷണം ഉണ്ടാവുകയാണ്. ആ പുതിയ നിരീക്ഷണത്തിനെ നമ്മുടെ പഴയ മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ പഴയ മോഡൽ എന്ന് പറയുന്നത് ടോളമിയുടെ മോഡലാണ്. ടോളമിയുടെ മോഡലിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോഴാണ് നമ്മൾ പുതിയൊരു മോഡൽ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ടോളമിയുടെ മോഡലിനെ നമ്മൾ മാറ്റാതെ കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഡൽ ഉണ്ടാക്കുന്നു. അതായത് നിങ്ങളവിടെ റെഡ് സർക്കിൾസ് കാണുന്നുണ്ടാവും. അതായത് പ്ലാനറ്റ്സ് ഒക്കെ ഓർബിറ്റ് ചെയ്യുന്നത് വെറും ഒരു സർക്കിളിലല്ല, സർക്കിളിന്റെ മുകളിൽ ഒരു സർക്കിളും കൂടെ വരുന്ന രീതിയിലാണ് ഓർബിറ്റ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഈ രണ്ടാമത് കാണുന്ന ചിത്രം അനുസരിച്ചിരിക്കും. അതായത് ഭൂമി അങ്ങ് സെൻട്രലാണെന്ന് വിചാരിക്കുക. പ്ലാനറ്റ്സ് എല്ലാം ഈ രീതിയിൽ കറങ്ങിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നിരീക്ഷണം സാറ്റിസ്ഫൈ ചെയ്യാൻ ഇത് ധാരാളമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ മോഡൽ ഉണ്ടാക്കി. ഈ മോഡൽ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ റിട്രോഗ്രേഡഡ് മോഷൻ അല്ലെങ്കിൽ ആ ചൊവ്വയുടെ തിരിച്ചുപോക്ക് നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡൽ മതിയാവും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മോഡൽ വരുന്നതിനേക്കാൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലുമായിട്ട് നമ്മുടെ കെപ്ലർ വരുന്നത്. അപ്പം കെപ്ലറിന്റെ മോഡലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹീലിയോസെൻട്രിക് മോഡലിലേക്ക് വരുമ്പോൾ ഉള്ള ഗുണം നമുക്ക് ഈ മോഡൽ തന്നെ ധാരാളമാണ്. അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് അത്യാവശ്യം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നിരിക്കെ ഹീലിയോസെൻട്രിക് മോഡലിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് മോഡലിന്റെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സിംപ്ലിസിറ്റിയാണ്. നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്കിൾസ് വരയ്ക്കാനോ അല്ലെങ്കിൽ എപ്പി സൈക്കിൾസ് വരയ്ക്കാനോ ഒന്നും പോകണ്ട. നമ്മൾ ഇത് സിംപിളി ഇങ്ങനെ ആക്കിയാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു സർക്കുലാർ ഓർബിറ്റിലാണ് ഇതെല്ലാം തിരിയുന്നത് എന്നുള്ള കോപ്പർനിഷ്യൻ തിയറിയിലേക്ക് കെപ്ലർ അല്ല, കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം. അവിടെ ഇതെല്ലാം പെർഫെക്റ്റ് സർക്കിൾസിൽ മൂവ് ചെയ്യുന്നു എന്നുള്ളൊരു തിയറിയിലേക്ക് പോകും. അപ്പൊ ഈ പെർഫെക്റ്റ് സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ റിട്രോഗ്രേഡഡ് മോഷൻ ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മളൊരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഭൂമി ഇങ്ങനെ കറങ്ങുന്നു. ഭൂമി എപ്പോഴാണോ ചൊവ്വയെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് പിന്നിലേക്ക് പോകുന്നു. അപ്പൊ ആ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആയി നമുക്ക് ഈ മോഡൽ അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ വീണ്ടും നിരീക്ഷണങ്ങൾ വരികയാണ്. നമ്മുടെ സീസണുകളുടെ ദൈർഘ്യത്തിലൊക്കെ ഉണ്ടാവുന്ന വ്യത്യാസം. അപ്പം ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കിൾ ആവാൻ സാധ്യതയില്ല എന്നുള്ളത് വളരെ കാലത്തെ ഏതാണ്ട് വർഷങ്ങൾ നീണ്ട നിരീക്ഷണം. അതായത് നിരീക്ഷണം തുടരുന്നത് ടൈക്കോബ്രാഹയിലാണ്. ടൈക്കോ ബ്രാഹെ ആക്ച്വലി ജിയോസെൻട്രിക് തിയറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിരീക്ഷണങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ ആ നിരീക്ഷണങ്ങളെല്ലാം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വരുന്ന കെപ്ലർ ഹീലിയോസെൻട്രിക് തിയറിയാണ് പ്രൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഡേറ്റ അങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പറയുന്നു. എന്താണ്, പലതരത്തിലുള്ള ഓർബിറ്റ് ഉണ്ട്. അതിനകത്ത് കെപ്ലർ പറയുന്നു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പ്ലാനറ്റ്സ് ഒക്കെ മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെ കെപ്ലർ അദ്ദേഹത്തിന്റെ 3 നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് എലിപ്സിന് നമുക്ക് അറിയാവുന്നതുപോലെ 2 ഫോക്കസുകളുണ്ട്. നമ്മളൊരു 2 പിന്ന് കുത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒന്നിലായിരിക്കും സൺ ഉണ്ടാവുക. എന്നിട്ട് അതാണ് ആദ്യത്തെ നിയമം പറയുന്നത്. രണ്ടാമത്തെ നിയമത്തിൽ പറയുന്നത് അതിന്റെ വേഗത സംബന്ധിച്ചിട്ടാണ്. അതായത് എപ്പോഴും സൂര്യനോട് അടുത്ത് വരുന്ന സമയത്ത് വേഗത്തിൽ മൂവ് ചെയ്യും, ദൂരെ ആയിരിക്കുന്ന സമയത്ത് മെല്ലെ മൂവ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ചില മാസങ്ങളുടെ, അതായത് പ്രത്യേകിച്ച് മലയാള മാസങ്ങൾ എടുക്കുന്ന സമയത്ത് ചില മാസങ്ങളുടെ നീളം കൂടുതലും ചിലത് കുറവും ആകാൻ കഴിയും കാരണം. അപ്പം അത് പറയുന്നത് ഇത് വെച്ചിട്ടാണ്. പിന്നീട് അതിന്റെ കൂടെ ഒന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഇത് ഓർബിറ്റ് ചെയ്യാനെടുക്കുന്ന സമയം, അതായത് ഉദാഹരണത്തിന് എർത്ത് എടുക്കുകയാണെങ്കിൽ എർത്ത് സൂര്യന് ചുറ്റും കറങ്ങി വരാനെടുക്കുന്ന സമയത്തിന്റെ സ്ക്വയർ, അതായത് വർഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ആ ഓർബിറ്റിന്റെ വലിപ്പത്തിന് ആനുപാതികം, അതായത് വലിപ്പത്തിന്റെ ക്യൂബിന് ആനുപാതികമായിരിക്കും. കൃത്യമായിട്ട് മാത്തമാറ്റിക്സിൽ പറഞ്ഞാൽ സെമി മേജർ ആക്സിസിന്റെ പകുതി, അല്ലെങ്കിൽ സെമി മേജർ ആക്സിസിന്റെ ക്യൂബ്. സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലിപ്സ് എടുത്തു കഴിഞ്ഞാൽ 2 ആക്സിസ് ഉണ്ട്. ഒന്ന് അതിനകത്ത് ഏറ്റവും ഷോർട്ടസ്റ്റ്, ഏറ്റവും ചെറിയ വരയ്ക്കാൻ പറ്റുന്ന വര, അതാണ് ഈ കാണുന്നത്. എന്നിട്ട് ഏറ്റവും വലിയ ആക്സിസ് ആണ് മേജർ ആക്സിസ്, അതിന്റെ പകുതിയാണ് നമ്മൾ സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ കെപ്ലേഴ്സ് ലോ ഇങ്ങനെ ഓക്കെ ആയിട്ട് പോവാണ്. അപ്പൊ അതാണ് നമ്മുടെ അന്നത്തെ പ്രപഞ്ചത്തിന്റെ മാതൃക. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വലിയ വലിയ ടെലസ്കോപ്പുകൾ കണ്ടെത്തുന്നു. ആ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ഒരുപാട് ഗാലക്സികൾ ഉണ്ടെന്നും ഒക്കെ കണ്ടെത്തുകയാണ്. അങ്ങനെ കണ്ടെത്തി വന്നപ്പോൾ നമ്മൾ പുതിയ പുതിയ നിരീക്ഷണങ്ങളിലേക്ക് പോകും. അപ്പൊ ആദ്യം നമുക്കുള്ളത്
പ്രപഞ്ചം ഇങ്ങനെയാണുള്ളത്, എല്ലാ കാലത്തും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ആണുള്ളതെന്ന് പറയും. അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കെപ്ലറിന്റെ നിയമങ്ങൾ തന്നെ, കെപ്ലർ ഇങ്ങനെ നിയമങ്ങൾ പറഞ്ഞെങ്കിലും ന്യൂട്ടന്റെ ഗ്രാവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചില മെർക്കുറിയുടെ ഓർബിറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ പിന്നീട് കണ്ടെത്തുകയും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഐൻസ്റ്റൈന്റെ തിയറി വരുന്നു, ഐൻസ്റ്റൈന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരുന്നു. ആ റിലേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ എടുത്തുകൊണ്ട് അതിന്റെ പല പല സൊല്യൂഷനിൽ നിന്ന് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, ഫ്രീഡ്മാൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഐൻസ്റ്റൈൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഐൻസ്റ്റൈൻ വിശ്വസിച്ചിരുന്നത് പ്രപഞ്ചം ഒരിക്കലും എക്സ്പാൻഡ് ചെയ്യില്ല, സ്റ്റാറ്റിക് ആയിട്ട് തന്നെ നിൽക്കും. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി അതിനകത്ത് തന്നെ ആ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തിനെ അദ്ദേഹം സ്റ്റാറ്റിക് ആയിട്ട് മാറ്റുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അപ്പൊ മോഡലുകൾ ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നുകിൽ എക്സ്പാൻഡിങ് ആണ്, അല്ലെങ്കിൽ എക്സ്പാൻഡിങ് അല്ല, സ്റ്റാറ്റിക് ആയിട്ട് പോകുന്നു, ഇതൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് പുതിയൊരു നിരീക്ഷണം വരുന്നത്. ആ നിരീക്ഷണമാണ് എഡ്വിൻ ഹബിളിന്റെ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും കേൾക്കുന്ന നിരീക്ഷണം. അതായത് പ്രപഞ്ചത്തിലെ എല്ലാ ഗാലക്സികളും തന്നെ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പം കോസ്മോളജിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്തിന് കോസ്മോളജിയിൽ ഒരു പ്രാധാന്യമില്ല. അതായത് നമ്മൾ എവിടെ നിന്ന് നിരീക്ഷിച്ചാലും പ്രപഞ്ചം ഒരുപോലെയായിരിക്കും. അപ്പൊ ഈ ഒരുപോലെ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപോലെ അല്ല. അപ്പൊ ഈ ഒരുപോലെ എന്നുള്ളത്, അല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെയാണ് എന്ന് പറയുന്നത് ഒരു വലിയ സ്കെയിലാണ്. അതായത് ഗാലക്സികളെ എടുക്കുമ്പോൾ മാത്രമാണ് അത് ശരിയാവുക. അതായത് നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ ഡയറക്ഷൻ നോക്കുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഒരു ഗാലക്സിയുടെ സ്കെയിലിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പ്രകാശവർഷത്തിനപ്പുറം പാർസക്കുകൾ എന്ന് പറയുന്ന വലിയ യൂണിറ്റുകളിലേക്ക്, മെഗാ പാർസക്കുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ വലിപ്പം, അല്ലെങ്കിൽ ഈ എല്ലാം യൂണിഫോം ആയിട്ട് മാറി. ഞാൻ ചില ചിത്രങ്ങൾ കാണിക്കാം. അപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡ്വിൻ ഹബിൾ ഇങ്ങനെ ഗാലക്സികളെ ഒബ്സർവ് ചെയ്തു. അങ്ങനെ ഒബ്സർവ് ചെയ്തപ്പം അദ്ദേഹം അതിന്റെ വെലോസിറ്റി മെഷർ ചെയ്യാണ് ചെയ്തത്. അതായത് ഓരോന്നും എത്ര വേഗത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പൊ ഞാനിവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം, നിങ്ങൾ എല്ലാവരും മറ്റ് ഗാലക്സികളാണ്, ഞാൻ ഓരോന്നിലേക്കുള്ള, നിങ്ങൾ ഓരോരുത്തരേക്കുള്ള ദൂരം അളക്കുന്നു. ആ ദൂരത്തിനോടൊപ്പം തന്നെ നിങ്ങൾ എത്ര വേഗത്തിലാണ് എന്നിൽ നിന്ന് അകന്നു പോകുന്നത് കൂടി അളക്കുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ എഡ്വിൻ ഹബിൾ മെഷർ ചെയ്തത്. അപ്പം എഡ്വിൻ ഹബിൾ ദൂരം മെഷർ ചെയ്യുന്നതിനോടൊപ്പം വെലോസിറ്റി മെഷർ ചെയ്യുന്നത് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം മെഷർ ചെയ്തുകൊണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മേളിൽ നോക്കി ഈ ലൈന്, ആ മേളിലത്തെ മാത്രം നോക്കാം. അപ്പൊ മേളിൽ ഒരു മഴവില്ല് നിറം കാണാം. അതിനകത്തുനിന്ന് ചിലത് ഡാർക്ക് ലൈൻസ് ആയിട്ടും കാണാം. ഈ ഡാർക്ക് ലൈൻസ് എന്ന് പറയുന്നത് ചില മിസ്സിംഗ് ലൈൻസ് ആണ്. അല്ലെങ്കിൽ ഏത് എലമെന്റ് ആണോ നിങ്ങൾ നിരീക്ഷിക്കുന്നത്, ഇപ്പൊ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ, ഹീലിയം ആണെങ്കിൽ ഹീലിയം, ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് ഒരു DNA ഫിംഗർ പ്രിന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫിംഗർ പ്രിന്റ് ആവും. അവയാണ് നമ്മൾ സ്പെക്ട്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പെക്ട്ര എപ്പോഴും ഓരോന്നിനും ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് ഇൻ ദ സെൻസ് ആ ഗ്യാപ്പുകൾ സെയിം ആയിരിക്കും. ഇപ്പൊ ആദ്യത്തത് ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തത് ഹൈഡ്രജന്റേത് ഇപ്പുറത്തായിരിക്കും. പിന്നെ ആ ഒരു പാറ്റേൺ സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ ഗാലക്സീസിനെ, അല്ല അകന്നു പോകുന്ന ഗാലക്സീസിനെയൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാറ്റേൺ അതുപോലെ തന്നെ നിൽക്കുകയും ആ പാറ്റേൺ ആ കളറിൽ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ഇവിടെ നോക്കിയാല് ഈ റെഡ് നേരെ താഴെ ഇവിടെ വരേണ്ടതിന് പകരം ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരെണ്ണം മാത്രമല്ല ഷിഫ്റ്റ് ചെയ്ത്, അതിന്റെ കൂടെ എല്ലാ പാറ്റേണും അതേപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷിഫ്റ്റിങ്ങിനെയാണ് നമ്മൾ റെഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കുക. ഇതിന്റെ റെഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം ഇവിടെ ഒരെണ്ണം റെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടല്ല. അപ്പൊ അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ ഷിഫ്റ്റും ഇവിടെ ഗ്രീൻ ഷിഫ്റ്റും ഒക്കെ ആണല്ലോ സംഭവിക്കുക. അതായത് റെഡിന്റെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ ഷിഫ്റ്റ് എത്രയാണോ, അത് എത്രത്തോളം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനും, അങ്ങനെയാണ് എഡ്വിൻ ഹബിൾ ഓരോന്നിന്റെ വെലോസിറ്റി കണ്ടുപിടിച്ചത്. അങ്ങനെ ആ വെലോസിറ്റിയും ഡിസ്റ്റൻസും കൂടെ വെച്ചിട്ട് അദ്ദേഹം ഒരു ഗ്രാഫ് ഉണ്ടാക്കുകയാണ്. ഇവിടെ താഴെ, അതായത് എക്സ് ആക്സിസിൽ കാണുന്നത് അതിന്റെ ഡിസ്റ്റൻസും മുകളിൽ കാണുന്നത് വെലോസിറ്റിയുമാണ്. അപ്പം നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന വെലോസിറ്റി ആൻഡ് ടൈം, അല്ലെ ഡിസ്റ്റൻസ് ഗ്രാഫ് പോലെ, ടൈം അല്ല ഡിസ്റ്റൻസ് ഗ്രാഫ് പോലെ ഒരു ഗ്രാഫ് ഉണ്ടാക്കുന്നു. അപ്പം അദ്ദേഹം ഇതിന്റെ ഡേറ്റ പോയിന്റ്സ്, ആ കാണുന്ന സർക്കിൾസ് വരച്ചിട്ടിരിക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളാണ്. അപ്പോൾ അദ്ദേഹം അതിനെ അസ്യൂം ചെയ്യുന്നു ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇതിന് മാച്ച് ചെയ്യുന്നു. അതായത് എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാണ്. ദൂരം കൂടുന്നതനുസരിച്ച് അകലൽ വേഗം ആനുപാതികമായി കൂടും, നേർ അനുപാതത്തിൽ കൂടും എന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നു. അതിൽ നിന്നും അദ്ദേഹത്തിന്റെ ഇക്വേഷനിലേക്ക് പോകുന്നു. അതാണ് ഈ കാണുന്നത് V = h × d. അല്ലെങ്കിൽ സിംപിളി ഇവിടെ നമുക്ക് നേർ അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഡയറക്ട് പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റി അവിടെ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഹബിൾസ് കോൺസ്റ്റന്റ്. പക്ഷെ ഈ ഹബിൾ കോൺസ്റ്റന്റ് ഒന്ന് തിരിച്ചെഴുതിയാൽ, അതായത് ഇവിടെ എഴുതിയാൽ h = v/d എന്ന് എഴുതാം. അതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1/h ആവും. ആ 1/h എന്ന് പറയുന്നതാണ് ഏജ് ഓഫ് ദ യൂണിവേഴ്സ്. അതായത് ഹബിൾ പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ
എനിക്ക് ഏജ് ഓഫ് ദ യൂണിവേഴ്സ് കിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എല്ലാ കാലത്തും ഒരു പ്രശ്നമായിരുന്നു. അപ്പം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളല്ല, ഭൂമിയല്ല. ഓക്കെ, ഭൂമിയല്ല എന്നുള്ളത് സമ്മതിച്ചു. പക്ഷെ സൂര്യനായി, അത് നമ്മുടെ സ്വന്തം സൂര്യനാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നിരീക്ഷിക്കുമ്പോൾ എല്ലാ ഗാലക്സിയിലും എന്നിൽ നിന്ന് അകന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഗാലക്സിയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ഗാലക്സിയല്ലേ കേന്ദ്രം, ബാക്കിയെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോലെ തോന്നുന്നു. പക്ഷെ ഈ നിരീക്ഷണത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എവിടെ നിന്ന് എക്സ്പാൻഷൻ നിരീക്ഷിച്ചാലും ഒരേപോലെ തന്നെ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇത് കുറെ ഗാലക്സികളാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സമയത്തെ ഗാലക്സി. അപ്പം ഇപ്പോഴത്തെ ഗാലക്സികളുടെ സ്ഥാനമാണ് ഇങ്ങനൊന്നും അല്ല, ഞാനൊരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ ഗാലക്സി എല്ലാം, ഈ പഴയതിന്റെ പൊസിഷൻ അവിടെ ഉണ്ട്, ഈ ഗാലക്സി എല്ലാം എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അതായത് പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ നിന്ന് നിരീക്ഷിച്ചാലും നമുക്ക് കിട്ടുന്നത് ഇതേ റിസൾട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാണുന്ന റെഡിൽ കാണുന്നത് കുറച്ച് എക്സ്പാൻഡഡ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, മുമ്പുണ്ടായിരുന്ന ഗാലക്സികളുടെ ഗ്യാപ്പിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് അകന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗാലക്സിയിൽ നിന്ന് നിരീക്ഷിക്കുകയാണ്. അപ്പൊ ഈ കാണുന്ന എന്റെ മൗസ് പോയിന്റർ ഇരിക്കുന്ന ഗാലക്സിയിൽ നിന്ന് നിരീക്ഷിക്കുന്നു. അപ്പോൾ അത് ഞാൻ കൊണ്ടുവച്ചു. ഇതാണ് എന്റെ ഗാലക്സി. ഞാൻ ആ ഗാലക്സിയിൽ നിന്ന് നിരീക്ഷിച്ചാൽ ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും, ഉണ്ടോ, എല്ലാ ഗാലക്സിയും ഞാൻ നിൽക്കുന്ന ഈ ഗാലക്സിയിൽ നിന്ന് അകന്നു പോവാണ്. ആൻഡ് ആ അകലം കൂടുതലെന്ന് പറയുന്നത്, ഇവിടുത്തെ അകലം എന്ന് പറയുന്നത്, അല്ലെ ആ വെലോസിറ്റി അകലം എന്ന് പറയുന്നത് ദൂരേക്ക് പോകുന്നതനുസരിച്ച് കൂടി വരികയും ചെയ്യും. അപ്പൊ ഇതെന്റെ നമ്മുടെ സ്വന്തം മിൽക്കി വേയിൽ നിന്നുള്ള നിരീക്ഷണമെന്ന് വിചാരിക്കുക. ഞാൻ ഈ മിൽക്കി വേക്ക് പകരം മറ്റൊരു ഗാലക്സിയിലേക്ക് പോകുന്നു. ഉദാഹരണത്തിന് ആൻഡ്രോമിഡയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ ആൻഡ്രോമിഡയിൽ ചെന്ന് നിന്ന് ഇതേ നിരീക്ഷണം, അപ്പൊ ഇതായിരുന്നു ആൻഡ്രോമിഡ. അപ്പൊ ആൻഡ്രോമിഡയിൽ നിന്ന് ഇതേ നിരീക്ഷണം നടത്താണ്. ഇപ്പൊ എനിക്ക് കാണാം ആൻഡ്രോമിഡ സെൻട്രലായി, ബാക്കിയെല്ലാം അകന്നു പോകും. ഇനി ഇത് എവിടെ കൊണ്ടുവച്ചാൽ, ഏത് ഗാലക്സിയിൽ സെന്റർ ആക്കി ഞാൻ ചിന്തിച്ചാലും ഇതേ റിസൾട്ട് തന്നെയാവും കിട്ടുക. ഇവിടെയും ഇതെല്ലാം അകന്നു പോകുന്നതായിട്ട് കാണാം. അപ്പം ഇങ്ങനെയുള്ളൊരു മൂവ്മെന്റ് ആണ് നമുക്കുണ്ടാകും. അപ്പൊ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഏത് തന്നെ ആയാലും, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഗാലക്സിയിൽ നിന്ന് നിരീക്ഷിച്ചാലും ഇത് തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് നിരീക്ഷിച്ചാലും ഒരുപോലെ ആയിരിക്കും. അതിനൊരിക്കലും നമ്മുടെ ഗാലക്സി എന്നുള്ളൊരു പ്രത്യേകത ഇല്ല. അത് തന്നെയാണ് കോസ്മോളജിക്കൽ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേകത ഇല്ല. ഓക്കെ, ഇനി അപ്പൊ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന സാധനം അകലിന്റെ വേഗത എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് ഇതിനെ റിവേഴ്സിൽ ഓടിക്കാം. അതായത് ഇങ്ങനെ പറയുന്നത്, ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടുന്ന് പെട്ടെന്ന് ചെതറി ഓടുകയാണെന്ന് വിചാരിക്കാം. അപ്പം ഓടുന്ന സമയത്ത് ഇപ്പൊ എവിടെയുണ്ട്, ഇപ്പൊ എന്റെ വേഗത എത്ര ഉണ്ടെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചാലോചിക്കാം, കുറെ നാൾ മുമ്പ് ഇവൻ എവിടെയായിരുന്നു, അല്ലെങ്കിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് എനിക്കറിയാം, ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയാം. അപ്പൊ കുറെ നേരം മുമ്പ് എവിടെയായിരുന്നു, അല്ലെ എത്ര സമയം എടുത്തു ഇവിടുന്ന് ഇവര് ഡിസ്പേഴ്സ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുന്നു. അപ്പൊ എന്റെ സ്പീഡ് കൃത്യമാണെന്ന് വിചാരിക്കാം. ഞാനൊരു ബൈക്കിൽ പോകുന്നു, 30 km/h. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നു. അപ്പൊ ഞാൻ ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറയുന്നത് 15 km ആണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ 15 km ഞാനിപ്പോ വീട്ടിലുണ്ട്. വീട്ടിലെത്തുന്ന സമയത്തുള്ള എന്റെ സ്പീഡ് എന്ന് പറയുന്നത് 30 km/h ആണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം, ഞാൻ അരമണിക്കൂർ മുമ്പാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. അത് ജസ്റ്റ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വെലോസിറ്റിയും ടൈമും ഡിസ്റ്റൻസും തമ്മിലുള്ള കണക്ഷൻ മാത്രമാണ്. അപ്പൊ ആ കണക്ഷനിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ റിവേഴ്സിൽ ഓടിച്ചു. ഇപ്പൊ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന സാധനത്തിനെ നമ്മൾ റിവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടുത്തായിരിക്കണം. അങ്ങനെ ഒരു പോയിന്റിൽ ഇവയെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് റിവേഴ്സിൽ ചിന്തിക്കാനും അതിൽ നിന്ന് ഏജ് ഓഫ് ദ യൂണിവേഴ്സ് പറയാൻ പറ്റുകയും ചെയ്യും. അപ്പൊ ഈ അങ്ങനെ പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹബിൾ കോൺസ്റ്റന്റിന്റെ അല്ലെങ്കിൽ ഹബിൾ പാരാമീറ്ററിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പൊ ഈ ഹബിൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ അങ്ങനെ ഹബിൾ സ്ഥിരാങ്കം എന്നാണ് നമ്മൾ പറഞ്ഞു പോവുക. പക്ഷെ ഹബിൾ സ്ഥിരാങ്കം ഒരു സ്ഥിരാങ്കമല്ല, അതിനെ പാരാമീറ്റർ എന്നാണ് കൃത്യമായിട്ട് പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറിക്കൊണ്ടേയിരിക്കും. അതായത് അതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ പ്രായമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ പ്രായം മാറിക്കൊണ്ടേയിരിക്കുകയാണ്, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ച് ഹബിൾ പാരാമീറ്റർ മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ നേരെ റിവേഴ്സിൽ ഓടിച്ചാൽ ഇതെല്ലാം കൂടി ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട്, അതിനാണ് നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയാം. അപ്പൊ ഫിസിക്സിൽ സിംഗുലാരിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല എന്ന് തന്നെയാണ് അർത്ഥം. അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിസിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് റിവേഴ്സിൽ പോയി ടൈം 0 ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ബിഗ് ബാങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്ത് വന്നതാണെന്നാണ് പറയാം. അപ്പൊ ഒരു കുഴപ്പം, ഈ സിംഗുലാരിറ്റിയിൽ എന്താണെന്ന് നമ്മൾ പറയുന്നില്ല. ഫിസിക്സ് ഒരിക്കലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അതിന് മുമ്പ് എന്താണെന്നോ സിംഗുലാരിറ്റിയിൽ എന്താണെന്നോ ഫിസിക്സിന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അവിടെ ഫിസിക്സിന്റെ ലോകളൊന്നും അപ്ലൈ ചെയ്യില്ല. അപ്പൊ അതിന് ശേഷമുള്ളൊരു ടൈം, അതിനെ നമ്മൾ പ്ലാങ്ക് ടൈം എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ 10⁻⁻⁻43 അല്ലെങ്കിൽ 1/10⁻43.
1/1 ഒന്നിന് പിറകെ 43 പൂജ്യം ഇട്ട ആ ഒരു ചെറിയ നമ്പറിന് ശേഷമുള്ള ടൈം മാത്രമേ, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ ഫിസിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ബിഗ് ബാങ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബിഗ് ബാങ്ങിന്റെ ക്രോണോളജി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പൊ ബിഗ് ബാങ്ങിൽ പറയുന്നത് ഈ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരുന്നു, ഒരേ റേറ്റിൽ എല്ലാ കാലത്തും എക്സ്പ്ലെയിൻ ചെയ്ത് വന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് വന്നു. അതാണ് ഹബിൾ നേരത്തെ പറഞ്ഞ ആ സ്ട്രെയിറ്റ് ലൈൻ, എപ്പോഴും ഒരേപോലെ തന്നെ ഒരേ റേറ്റിൽ ഇത് അകന്നകന്ന് പൊക്കോണ്ടേയിരിക്കുന്നു, ഇനിയും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ചില കാര്യങ്ങൾ, അതായത് ഫ്ലാറ്റ്നെസ് പ്രോബ്ലം, ഹൊറൈസൺ പ്രോബ്ലം, അങ്ങനെ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ സാധാരണ പറയുന്ന ബിഗ് ബാങ് തിയറിക്ക് പറ്റാതെ വന്നപ്പോഴാണ് ഒരു സഡൻ എക്സ്പാൻഷൻ കൂടി ആദ്യമേ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു തിയറി കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ ബിഗ് ബാങ് എന്ന് പറയുന്നതിനകത്ത് ഇൻഫ്ലേഷൻ കൂടി ആഡഡ് ആണ്. ഓക്കെ, ഇപ്പം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റ് അല്ല, ഇങ്ങനെ വന്നിട്ട് വളരെ പെട്ടെന്ന് അതിന്റെ വലിപ്പം കൂടി ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ വളരെ പെട്ടെന്ന് അതിന്റെ വലിപ്പം കൂടി ഏതാണ്ട് 10⁻30 ടൈംസ് വലിപ്പം ഏതാണ്ട് 0.001 സെക്കൻഡിൽ എന്തോ കൂടി എന്നുള്ളതാണ് അതിന്റെ കണക്ക് പറയുന്നത്. അപ്പൊ ഏതാണ്ട് അതിന്റെ കണക്കുകൾ ഇവിടെ കാണാം. 0യിൽ നമ്മൾ ബിഗ് ബാങ് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഈ നമുക്ക് ഫിസിക്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ഭാഗം തൊട്ടാണ്. 10⁻⁻43 സെക്കൻഡ് കൊണ്ടാണ് നമുക്കത് ഇങ്ങോട്ട് വരിക. ദെൻ -36 to 10⁻32 എന്ന് പറയുന്ന ചെറിയൊരു സെക്കൻഡ് ടൈമിലാണ് ഏതാണ്ട് 10⁻30 ടൈംസ് നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുന്നത്. കാരണം അത് വെച്ചിട്ട് നമുക്ക് പലതും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ഫോഴ്സുകളൊക്കെ പല വഴിക്ക് പോകുന്നു. ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എനർജി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിന് മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിന് നിലനിൽക്കാൻ പറ്റും, ന്യൂട്രോണോയ്ക്ക് നിലനിൽക്കാൻ പറ്റും, ക്വാർക്കുകൾക്ക് നിലനിൽക്കാൻ പറ്റും. അത്രയും വലിയ ടെമ്പറേച്ചറിലും ഡെൻസിറ്റിയിലും അതിന് മാത്രമേ നിലനിൽക്കാൻ പറ്റും. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ചൂട് കുറഞ്ഞു വരും, ഡെൻസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചൂട് കുറഞ്ഞു വരുന്ന സമയത്ത് ഇതിൽ പലതിനും കപ്പിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പുതിയ ആൾക്കാരെ ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണം, ക്വാർക്കുകൾക്ക് ചേർന്നുകൊണ്ട് പ്രോട്ടോൺ ഉണ്ടാവാം, ന്യൂട്രോൺ ഉണ്ടാവാം, ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്. കുറച്ചുകൂടെ തണുപ്പ് അല്ലെങ്കിൽ തണുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്ന സമയത്ത് അവിടെ നമുക്ക് പലതിന്റെയും ന്യൂക്ലിയസുകൾ ഉണ്ടാവാം. അപ്പം ഒരു പ്രോട്ടോൺ ഉണ്ട്, പിന്നെ ഒരു പ്രോട്ടോണിന്റെ കൂടെ മറ്റൊരു ന്യൂട്രോണും കൂടെ ചേർന്നിട്ട് നമുക്ക് ഡ്യൂട്ടീരിയം, ഹൈഡ്രജന്റെ ഡ്യൂട്ടീരിയം ഉണ്ടാവും. അല്ല ഒരു പ്രോട്ടോൺ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് ആയി. അതാണ് ഈ ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാകാൻ പറ്റുന്നത് ഹൈഡ്രജൻ ആണ്. കാരണം അതൊരു പ്രോട്ടോൺ മാത്രം മതി. അതിന്റെ കൂടെ ഒരു ന്യൂട്രോൺ കൂടെ ചേർന്നാൽ അത് ഡ്യൂട്ടീരിയമായി, പിന്നെ വേണമെങ്കിൽ ഹീലിയം. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ ഈ പറയുന്ന എലമെന്റ്സുകളുടെ കോമ്പോസിഷൻ എടുത്താൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. അതിൽ കുറച്ച് മാത്രമേ ഹീലിയം ഉണ്ടാവുള്ളൂ. ലിഥിയം ഒക്കെ വളരെ ചെറിയൊരു എമൗണ്ടിൽ മാത്രമേ ഉണ്ടാവും. അപ്പം ബിഗ് ബാങ്ങിന്റെ സമയത്ത് നമുക്ക് ഈ എലമെന്റ്സ് മാത്രമേ നമ്മുടെ പ്രപഞ്ചത്തിലുള്ളൂ. അല്ലെങ്കിൽ ബിഗ് ബാങ്ങിന് ശേഷം എന്തുണ്ടായാലും അവിടെ ഇതൊക്കെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ 3,80,000 3,80,000 വർഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ ആറ്റം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ആദ്യത്തെ ആറ്റം ഉണ്ടാവുമ്പോൾ, ഈ ആറ്റം ഉണ്ടാവുന്നതിന് മുമ്പുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ലൈറ്റ് ഒരു സ്ഥലത്തു നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോണിൽ തട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പ്രോട്ടോണിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ തട്ടിയിട്ടോ അതിനെ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഒരു വലിയ തിക്കും തിരക്കിലൂടെ ഒരു ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊരിക്കലും പോകാൻ പറ്റില്ല. അപ്പൊ അതിങ്ങനെ തട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ ഒരാൾ അതിനെ സ്വീകരിച്ചു, എന്നിട്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് വേറൊരു ഡയറക്ഷനിലേക്ക് വിട്ടു. അപ്പം യൂണിവേഴ്സ് മൊത്തത്തിൽ ഒപ്പേക്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രകാശത്തെ കടത്തി അതാര്യമായിരുന്നു എന്ന് പറയാം. അപ്പൊ അങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ റീകോമ്പിനേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആറ്റംസ് ഉണ്ടാവാൻ തുടങ്ങി. ടെമ്പറേച്ചർ വളരെയധികം കുറഞ്ഞു, ഏതാണ്ട് ഒരു 3000 കെൽവിൻ അല്ലെങ്കിൽ 4000 കെൽവിൻ ആ ഒരു റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനോടൊപ്പം ചേർന്ന് ആറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമാണ് എനർജി അല്ലെങ്കിൽ ലൈറ്റിന് സ്വതന്ത്രമാവാൻ പറ്റിയത്. അന്ന് ഉണ്ടായിരുന്ന ലൈറ്റിന് സ്വതന്ത്രമാവാൻ പറ്റിയതും. അപ്പോൾ വളരെ ലൈറ്റ് സ്വതന്ത്രമായി. ഈ ലൈറ്റ് ആണ് നമ്മൾ ഇപ്പോഴും കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ CMB എന്ന് പറഞ്ഞ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം CMB എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും കാണുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഈ റേഡിയോ ട്യൂൺ ചെയ്യുന്ന സമയത്ത് 2 സ്റ്റേഷന്റെ ഇടയ്ക്ക് വരുന്ന സമയത്ത് ഒരു സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു നോയ്സ് കേൾക്കും. ആ നോയ്സിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അതേപോലെ പണ്ട് TV ട്യൂൺ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ കാണാൻ പറ്റില്ല, 2 ചാനലുകൾക്കിടയിൽ നമ്മൾ ഈ ഗ്രെയിൻസ് എന്ന് പറഞ്ഞ് കാണില്ലേ, 2 കളറിൽ, അതിന്റെ ഒരു പാർട്ട് ആക്ച്വലി ഇതാണ്. അപ്പം ഇതിന്റെ ഡിറ്റക്ഷനും ഭയങ്കര രസമാണ്. പെൻസിയാസ് ആൻഡ് വിൽസൺ എന്ന് പറയുന്ന 2 പേര് ആക്ച്വലി ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ നല്ലൊരു റേഡിയോ ഉണ്ടാക്കാനുള്ള ഇതിലാണ്, റേഡിയോ റിസീവർ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ റേഡിയോ റിസീവർ ഉണ്ടാക്കുന്ന സമയത്ത് അവര് പല രീതിയിൽ നോക്കിയിട്ടും ഈ നോയ്സ് ഒഴിവാക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവര് മൊത്തം ക്ലീൻ ചെയ്തു, ഒരുപാട്
രീതി പല സീസണുകളിൽ മെഷർ ചെയ്ത് വർഷങ്ങളോളം നോക്കി നടക്കുന്നില്ല. ഈവൻ അതിന്റെ മേളിൽ കുറെ പ്രാവിന്റെ കാഷ്ടം ഉണ്ടായിരുന്നു, അത് അവർ തൂത്ത് കളയുന്നുണ്ട്. ആ പേപ്പറിൽ കറക്റ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ട്, വി ഹാവ് റിമൂവ്ഡ് സം എന്താണ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, ഓക്കെ എന്ന് പറഞ്ഞ് സിംപ്ലി ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ് അവർ എഴുതുന്നുണ്ട്. അപ്പം അത് റിമൂവ് ചെയ്ത് കളഞ്ഞു, അങ്ങനെ ഒന്നും ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പം ഇവർ ഇതിനെക്കുറിച്ച് അറിയുന്നവരേ അല്ല, ഇവർക്ക് പ്രപഞ്ചത്തെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ വേറൊരു ഭാഗത്ത് ആൾക്കാർ ഇതിനു വേണ്ടി തപ്പുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഈ പേപ്പറും അതും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിന്റെ കണ്ടെത്തൽ. അപ്പം തമാശയ്ക്ക് പറയുന്നുണ്ട്, ഇത് കണ്ടെത്തിയവർക്ക് ആക്ച്വലി ഇതിന്റെ പ്രാധാന്യം എന്താന്ന് പോലും അറിയാതാണ് നോബൽ പ്രൈസ് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്നത്. അപ്പം ഈ നേരത്തെ പറഞ്ഞ ഈ മോഡലുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ ഉണ്ടാവണമെന്ന് പറയുന്നത്, ഈ CMB ആക്ച്വലി ബിഗ് ബാങ് പ്രഡിക്ട് ചെയ്യുന്ന ഒരു സാധനം. ബിഗ് ബാങ് പ്രഡിക്ട് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സാധനമാണിത്. പിന്നെ രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഓരോ എലമെന്റുകളുടെയും റിലേറ്റീവ് അബുണ്ടൻസ്, എത്രത്തോളം ഓരോന്നും പ്രപഞ്ചത്തിൽ ഉണ്ടാവും, ഇത്ര എമൗണ്ട് ഉണ്ടാവും എന്നുള്ളതും ബിഗ് ബാങ് പ്രഡിക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇതിനകത്തുനിന്ന് പ്രപഞ്ചത്തിലുള്ള നിരീക്ഷണങ്ങളിൽ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ റീകോമ്പിനേഷൻ കഴിഞ്ഞു. അപ്പൊ ഹൈഡ്രജനായി, ഹൈഡ്രജന് കുറച്ച് ഹീലിയവും ബാക്കി വളരെ വളരെ കുറച്ച് ലിഥിയവും ഉള്ള ഒരു യൂണിവേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഈ യൂണിവേഴ്സിൽ നിന്നാണ് നമ്മുടെ പോപ്പുലേഷൻ 3 സ്റ്റാർസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ അപ്പോഴും ചിന്തിക്കുക, നമുക്ക് നേരത്തെ നമ്മൾ കെമിസ്ട്രിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് നൈട്രജനും ഓക്സിജനും കാർബണും ഒക്കെ പറഞ്ഞു. ഇതൊന്നും പ്രപഞ്ചത്തിലില്ല. ഇതൊന്നും ഇല്ലാത്തടത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയത്. എനർജി മാത്രം, അവിടെ നിന്ന് ആദ്യത്തെ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നു, ആദ്യത്തെ ന്യൂക്ലിയസ് ഉണ്ടാവുന്നു, ആറ്റം ഉണ്ടാവുന്നു. ഇനി വേണം നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാൻ. അപ്പൊ ഇതാണ് CMBയുടെ ഒരു ഇമേജ് ആണിത്. ഓക്കെ, ഇത് അവര് ഈ ആന്റിനെയാണ് അവരുടെ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലാർജ് സ്കെയിൽ സ്ട്രക്ചർ ഓഫ് ദ യൂണിവേഴ്സ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പ്രപഞ്ചം നിരീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കുറെ കൂടെ ദൂരേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഏതൊരു പീസ് എടുത്താലും ഏതാണ്ട് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമ്മുടെ സ്ലോ ആൻഡ് ഡിജിറ്റൽ സ്കൈ സർവേ എന്നുള്ള റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ ഈ ബ്ലൂവിൽ കാണുന്നതെല്ലാം ഒബ്സർവേഷനും, ഓക്കെ, അതായത് നമ്മൾ ഓരോ ഗാലക്സിയിലേക്കുള്ള ദൂരം അളന്നളന്ന് എവിടെയാണ് ഗാലക്സി വരുന്നതെന്ന് കൃത്യമായി മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പം ഇനി താഴെ കാണുന്നത് ഒരു സിമുലേഷൻ ആണ്, മില്ലേനിയം സിമുലേഷൻ എന്നറിയപ്പെടുന്ന സിമുലേഷനിൽ നമ്മൾ, അതായത് ബിഗ് ബാങ് തിയറി, നമുക്ക് അറിയാവുന്ന ആ പ്രപഞ്ച മാതൃക ഉപയോഗിച്ചുകൊണ്ട് സിമുലേറ്റ് ചെയ്തെടുത്തിട്ടാണ് താഴെ കാണുന്നത്. ഇപ്പൊ രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ മനസ്സിലാവും ഏതാണ്ട് ഒരേപോലെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ പ്രഡിക്റ്റീവ് നേച്ചർ, ഇവിടെ നമ്മൾ പ്രഡിക്ട് ചെയ്ത സാധനം തന്നെയാണ് ഏതാണ്ട് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അത് സാറ്റിസ്ഫൈ ചെയ്ത് മാത്രമേ നമുക്കൊരു മോഡൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രാഫിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് പിന്നീട് ഒരു കണ്ടെത്തൽ ഉണ്ടാവുന്നത് 1998 നമ്മൾ ഈ ദൂരം മെഷർ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പം ദൂരം മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ഒന്നുകിൽ വേരിയബിൾ സ്റ്റാർസ് വേണം, അതിലും ദൂരേക്കുള്ള ദൂരങ്ങൾ മെഷർ ചെയ്യാൻ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് ആണ് വേണം, അല്ലെങ്കിൽ സൂപ്പർനോവയെ പഠിച്ചുകൊണ്ടാണ്. അതിനകത്ത് ടൈപ്പ് 1A സൂപ്പർനോവ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സൂപ്പർനോവയെ അനലൈസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പം നമ്മൾ ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നത് ഒരേ റേറ്റിലാണ്. ഈ റേറ്റിന് ഒരു മാറ്റവും വരുന്നില്ലെന്നാണ് മുമ്പ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രേറ്റ് ലൈൻ ആണെന്നാണ് ഹബിൾ പറഞ്ഞു വെച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98 ഈ ഒബ്സർവേഷനിൽ വളരെ ദൂരേക്ക് നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിന്റെ എക്സ്പാൻഷൻ റേറ്റ് കോൺസ്റ്റന്റ് അല്ല, ആ എക്സ്പാൻഷൻ റേറ്റ് തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ സ്പീഡ് അല്ലെങ്കിൽ ആ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതിന്റെ വേഗത വീണ്ടും കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗതയ്ക്ക് ഒരു ത്വരണം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആക്സലറേഷൻ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ആക്സലറേറ്റിംഗ് യൂണിവേഴ്സ് എന്ന് പറയുന്ന കണ്ടെത്തൽ 98 ഉണ്ടാവുന്നത്. 2002 തോന്നുന്നു, അത് 2012 അവർക്ക് നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ എക്സ്പാൻഡിംഗ് യൂണിവേഴ്സ് എന്ന് പറയുന്ന അത് 2 ടീമുകളാണ് അത് ചെയ്യുന്നത്, ഹൈ റെഡ്ഷിഫ്റ്റ് ടീമും സൂപ്പർനോവ കോസ്മോളജി പ്രോജക്ട്. ഇങ്ങനെ 2 ടീമുകൾ ചെയ്യുന്ന ഇതിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന റേറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ആക്സലറേറ്റിംഗ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പം ബിഗ് ബാങ്ങിൽ നിന്ന് നമ്മുടെ, അല്ലെങ്കിൽ ആ ഇൻഫ്ലേഷന് ശേഷം ഇത് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ വീണ്ടും ഇതിന്റെ ആക്സലറേഷൻ കൂടണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാത്ത എന്തോ ഒന്ന് ഇതിനെ തള്ളുന്നുണ്ട് പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു എനർജി നമുക്ക് അറിയാത്ത, നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു എനർജി അവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുകയും ആ എനർജിയാണ് നമ്മൾ ഡാർക്ക് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സ്റ്റഡിയിൽ നിന്ന് തന്നെ അവർക്ക് ആ ഒബ്സർവേഷന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാർക്ക് എനർജിയുടെയും നമ്മുടെ അല്ലാതുള്ള എനർജി, അതായത് നമ്മുടെ വിസിബിൾ മാറ്ററിന്റെയും, അതായത് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ, നമ്മൾ എല്ലാവരും അടങ്ങുന്ന ആ ഒരു മാറ്റർ, ഓക്കെ, ബേരിയോണിക് മാറ്റർ എന്ന് പറയും, ബേരിയോണിക് മാറ്ററും പിന്നെ അതിന്റെ കൂടെ ഡാർക്ക് മാറ്റർ ഞാൻ എന്താണെന്ന് ജസ്റ്റ് പറയാം. അപ്പം ഇതിന്റെ പ്രപ്പോർഷൻ വെച്ച്, അല്ലെങ്കിൽ ഇതിന്റെ പ്രപ്പോർഷൻ നമ്മൾ എപ്പോഴും വായിക്കാറുണ്ട്, ഒന്ന് 74%, മറ്റേത് 20. ആ പ്രപ്പോർഷൻ ആക്ച്വലി പറയുന്നത് ഈ ഒബ്സർവേഷനെ സാധൂകരിക്കാൻ വേണ്ടി ഇതൊക്കെ എത്ര വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ,
അപ്പോൾ അതിന് ഇവർക്ക് 3 പേർക്ക് നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്. ഫ്രം ആഡം റീസ്, പേൾമുട്ടർ ആൻഡ് ബ്രാൻഡ് ഷ്മിറ്റ്. ഓക്കെ, അപ്പോൾ അവർ കണ്ടെത്തുന്ന ആ ഒരു പ്രപ്പോർഷൻ ഇതാണ്: 68.3% ഡാർക്ക് എനർജി ആൻഡ് 26.8% ഡാർക്ക് മാറ്റർ, പിന്നെ ഓർഡിനറി മാറ്റർ. അപ്പം ഇനി അടുത്തത് ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് അത് എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമുക്കറിയാം ഒരു വസ്തു കറങ്ങണം. ഇപ്പം നമ്മുടെ സോളാർ സിസ്റ്റം വെറുതെ വിചാരിക്കാം. ഇപ്പൊ സോളാർ സിസ്റ്റം എടുക്കുന്ന സമയത്ത് നമ്മൾ ദൂരേക്ക് പോകുന്നതനുസരിച്ച് ഓക്കെ ഈ പ്ലാനറ്റ്സിന്റെ വെലോസിറ്റി കുറഞ്ഞു വരും. ഓക്കെ, സ്പീഡ് കുറയാണ് ചെയ്യുക. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഗ്രാഫ്, ഈ താഴത്തെ ആ ഡോട്ടഡ് ലൈൻ ഉണ്ടല്ലോ, അതായത് ഇതിപ്പം ഗാലക്സിയാണ് കൊടുത്തിരിക്കുന്നത്. വെറുതെ ഒരു സോളാർ സിസ്റ്റം ആണെന്ന് വെറുതെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഇതിന്റെ സെന്ററിൽ നിന്ന് നമുക്ക് എപ്പോഴും താഴേക്ക് കുറഞ്ഞു വേണം അതിന്റെ വെലോസിറ്റി വരാൻ. ഇവിടെ പറയുകയാണെങ്കിൽ നമ്മളൊരു ഗാലക്സിയാണ്. അപ്പൊ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, അപ്പൊ ഗാലക്സി കേന്ദ്രമാക്കിക്കൊണ്ട് നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഓരോ നക്ഷത്രങ്ങളുടെയും സ്പീഡ് അവരെ കണക്കാക്കും, എത്ര വേഗത്തിലാണ് കറങ്ങുന്നത്, അകന്നു പോകുന്നതല്ല, കറങ്ങുന്നത്. അപ്പൊ ആ വെലോസിറ്റി വേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതായത് ഗ്രാഫ് അനുസരിച്ച് ഇതാണ് കിട്ടേണ്ടത്, എക്സ്പെക്ടഡ് ഫ്രം ദ വിസിബിൾ ഡിസ്ക്. പക്ഷേ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇത് ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു അൺനോൺ മാസ്, അതായത് ഗ്രാവിറ്റി കൊടുക്കാൻ പറ്റുന്ന വേറെ എന്തോ ഒരു സാധനം നമുക്ക് ഈ ഭാഗത്തൊക്കെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുണ്ട്. നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ എന്തോ ഒന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുക. അപ്പൊ ഇത് രണ്ടും കൂടെ, അപ്പൊ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് മൂന്നും ചേർന്നതാണ് നമ്മുടെ യൂണിവേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ നിർത്തിയത് ആദ്യത്തെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ആദ്യത്തെ ആറ്റം ഉണ്ടാവുന്നതാണ്. അപ്പം ആദ്യം ഹൈഡ്രജൻ ആണ് ഡൊമിനേറ്റിംഗ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആണ് ഒരുപാട് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഫസ്റ്റ് ജനറേഷൻ സ്റ്റാറുകൾ അല്ലെങ്കിൽ ആദ്യമായിട്ടുണ്ടാവുന്ന സ്റ്റാറുകളിൽ ഇഷ്ടംപോലെ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഞാനത് ഒരൊറ്റ സ്ലൈഡിൽ പറയാണ്, കുറച്ചധികം ടൈം എടുക്കുന്നതാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെബുലകൾ ഉണ്ടാവുന്നുണ്ട്. നെബുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും മെയിൻലി ഹൈഡ്രജൻ ഉള്ള ക്ലൗഡ്സ് ആണ്. അപ്പൊ ക്ലൗഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അറ്റ്മോസ്ഫിയറിലെ ക്ലൗഡ് ആയിട്ട് വിചാരിക്കരുത്. ഒരു മീറ്റർ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 10-12 ആറ്റം ഉണ്ടെങ്കിൽ പോലും അതിനെ നമ്മൾ ക്ലൗഡ് എന്നാണ് അസ്ട്രോണമിയിൽ അല്ലെങ്കിൽ സ്പേസിന്റെ കേസിൽ പറയാം. നമ്മുടെ അന്തരീക്ഷത്തിലെ ക്ലൗഡിന്റെ ഡെൻസിറ്റി ആയിട്ടൊന്നും ഒരു കമ്പാരിസണും ഇല്ല. പക്ഷെ അത്രത്തോളം ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ക്ലൗഡ് പോലെ, ഒറേൺ നെബുലയൊക്കെ കാണുന്ന പോലെ ഒരു ക്ലൗഡ് പോലെ തോന്നുകയും ചെയ്യും. അപ്പൊ ഈ ക്ലൗഡിൽ ആണ് സ്റ്റാർസ് ഉണ്ടാവുക. അപ്പൊ ആദ്യം ഹൈഡ്രജൻ മാത്രമാണുള്ളത്, കുറച്ച് ഹീലിയം. അപ്പൊ അവിടെ ഒരു ക്ലൗഡ് ഉണ്ടാവുന്നു. ആ ക്ലൗഡ് കണ്ടൻസ് ചെയ്ത് അതിന്റെ കോറിലെ ടെമ്പറേച്ചർ കൂടി വരുമ്പോൾ അവിടെ ഈ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഹീലിയം ആവുന്ന നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നു. അങ്ങനെയാണ് ഒരു മെയിൻ സീക്വൻസ് സ്റ്റാർ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനകത്ത് മേളത്തത് പിന്നെ നോക്കാം, താഴത്തെ നോക്കുക. അപ്പം ആദ്യത്തെ സ്റ്റാറുകളൊക്കെ തന്നെ ഹൈ മാസ് സ്റ്റാറുകളായിരിക്കും. കാരണം ഇഷ്ടം പോലെ ഹൈഡ്രജനും ഹീലിയം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആദ്യം ഉണ്ടാവുന്ന സ്റ്റാർസ് ഒക്കെ പൊതുവെ വലിയ സ്റ്റാറുകളായിരുന്നു. അപ്പോൾ അത് അതിന്റെ ഡെത്ത് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ റെഡ് സൂപ്പർ ജയന്റ് ആയിട്ട് മാറും. അപ്പൊ ഈ റെഡ് ജയന്റ് ആകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അത് അതിന്റെ ലൈഫിന്റെ എൻഡ് ആണെന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ വാർദ്ധക്യ കാലമാണ് ഒരു നക്ഷത്രത്തിന്റെ എന്ന് പറയും. അപ്പൊ നക്ഷത്രത്തിന്റെ കോറിലെ ഹൈഡ്രജൻ മാത്രമാണ് ഹീലിയമായിട്ട് മാറുക. അപ്പൊ കുറെ കാലം കഴിയുമ്പോൾ ഹൈഡ്രജൻ കോറിനകത്തുള്ളത് തീരുമല്ലോ, അതെല്ലാം ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഹീലിയം നമുക്ക് ഇങ്ങനെ വിചാരിക്കാം അതിന്റെ അവശിഷ്ടമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ പ്രോസസ്സിന്റെ പ്രോഡക്റ്റ് ആണ് ഹീലിയം എന്ന് വിചാരിക്കാം. ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറുന്നു. അപ്പൊ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഹൈഡ്രജൻ ഇല്ലാണ്ട് വന്നു. സോ അത് നമ്മുടെ പ്രശ്നമാണ്. അപ്പം എന്ത് ചെയ്തു, നമ്മുടെ നടുക്കുള്ള പ്രോസസ്സ് കുറഞ്ഞു. അപ്പം അല്ലെങ്കിൽ നടുക്കുന്ന പുറത്തേക്കുള്ള എനർജി ഔട്ട്ഫ്ലോ കുറഞ്ഞു. അപ്പൊ ഗ്രാവിറ്റി ഈ സ്റ്റാറിനെ പിടിച്ചൊന്ന് ക്രഷ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, വീണ്ടും അടുത്ത സെറ്റ് ഓഫ് ഫ്യൂഷൻ നടക്കും. എന്ന് വെച്ചാൽ ഹീലിയം ഫ്യൂസ് ചെയ്ത് കാർബൺ ആവും, അങ്ങനെ കാർബൺ നൈട്രജൻ ആവും. അങ്ങനെ ഒരു സീരീസ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ സ്റ്റാറിന്റെ കോറിൽ നടക്കും. പക്ഷേ അപ്പോഴും അത് അയൺ വരെ പോകും. അതായത് അയണിന്റെ ന്യൂക്ലിയസ് എത്തുന്നവരെ ഈ പ്രോസസ്സിന്റെ നടുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അയൺ ആണ് മോസ്റ്റ് സ്റ്റേബിൾ ആറ്റം അല്ല ന്യൂക്ലിയസ് എന്ന് പറയും. അപ്പൊ മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയസ് ആയി കഴിഞ്ഞാലുള്ള കുഴപ്പം, ഈ അയണിനെ എടുത്ത് 2 ചേർത്ത് എനിക്ക് പുതിയൊരെണ്ണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലാതെ വരികയും അവിടെ വെച്ച് ഈ സ്റ്റാറിന്റെ എനർജി ജനറേഷൻ കോറിൽ നിന്നുള്ളത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയും, അപ്പം എനർജി ജനറേഷൻ പുറത്തോട്ടുള്ളത് കൊണ്ടാണ് അകത്തേക്ക് പിടിക്കുന്ന ഗ്രാവിറ്റിയെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ആ ബാലൻസിങ് ഇല്ലാണ്ടാവുന്നു, ഇത് ക്രഷ് ചെയ്യുന്നു. ക്രഷ് ചെയ്തതിനു ശേഷം അത് ഒരു ഇംപ്ലോഷനും ഫോളോഡ് ബൈ ആൻ എക്സ്പ്ലോഷൻ, അതാണ് സൂപ്പർനോവ ഉണ്ടാവുന്നു. ഈ സൂപ്പർനോവ ടൈമിലാണ് ബാക്കി എല്ലാ എലമെന്റ്സും ഉണ്ടാവുന്നത്. അപ്പോൾ അതായത് അയണിന് മേളിലേക്ക്, അയൺ ഏതാണ്ട് 26 ആണെന്ന് തോന്നുന്നു, 26 മേളിലേക്കുള്ള നാച്ചുറലി ഒക്യൂറിംഗ് എലമെന്റ്സിൽ മിക്കതും ഉണ്ടാവുന്നത് ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻ ടൈമിലാണ്. ഓക്കെ, അപ്പോ ആദ്യത്തെ അങ്ങനെ ഒരു സെറ്റ് ഹൈഡ്രജനും ലിഥിയവും അല്ലെങ്കിൽ ഹൈഡ്രജനും ഹീലിയവും ലിഥിയവും മാത്രം ഉണ്ടായിരുന്ന യൂണിവേഴ്സിൽ കുറേയധികം സ്റ്റാറുകൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചപ്പോഴാണ് ബാക്കി കാണുന്ന എലമെന്റ്സ് ഉണ്ടായതും
ആ എലമെന്റ്സ് ഉള്ള സ്ഥലത്ത് അടുത്ത സ്റ്റാർ ഫോം ചെയ്തു, നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സ്റ്റാർ ഫോം ചെയ്തു, ലൈക്ക് അവർ സൺ ഫോം ചെയ്തപ്പോൾ അതിന് ചുറ്റുമുള്ള പ്ലാനറ്റ്സിൽ ഈ എലമെന്റ്സ് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ഒരു സൂപ്പർനോവ ആവണമെന്നില്ല ഇതിന്റെ റീസൺ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ഒറ്റ സൂപ്പർനോവയിൽ നിന്ന് വന്നതാണോന്നില്ല. പല എന്റെ വലത്തെ കയ്യിലുള്ള എലമെന്റ്സിന് കുറച്ച് വന്നത് ഒരു സർട്ടൻ സ്റ്റാറിൽ നിന്നായിരിക്കും, എന്റെ ഇടത്തെ കയ്യിൽ നിന്നുള്ളത് വേറൊന്നുമില്ല. അതിനകത്ത് പലതുമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ശരീരം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞത്, വി ആർ ഓൾ സ്റ്റാർ സ്റ്റഫ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഹൈ മാസ് സ്റ്റാർസിന്റെ ലൈഫ് എന്ന് പറയുന്നത്. മേളിൽ കാണുന്നത് സണ്ണിനെ പോലെ മാസ് കുറഞ്ഞുള്ള സ്റ്റാർസിന്റെ ലൈഫ് സൈക്കിളാണ് വൈറ്റ് ഡ്വാർഫിൽ എത്തി നിൽക്കുന്നത്.